സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണന്റെ പുതിയ തട്ടിപ്പിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സോളാറിന്റെ പേരിലാണ് ബിജുവും സരിതയും അടങ്ങുന്ന സംഘം തട്ടിപ്പ് നടത്തിയതെങ്കിൽ ഇപ്പോൾ ബിജു രാധാകൃഷ്ണൻ എത്തിയിരിക്കുന്നത് CSR ഫണ്ടിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കാനാണ്. തട്ടിപ്പിനെ സംബന്ധിച്ച് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ബിജു രാധാകൃഷ്ണനായി സംസ്ഥാനത്താകെ വലവിരിച്ചിരിക്കുകയാണ് പോലീസ്. CSR ഫണ്ട് തട്ടിപ്പിൽ ബിജുവിനെതിരായ പരാതികളും പോലീസിന് ലഭിച്ചു. പുറത്തുവന്ന പരാതികൾ പ്രകാരം 1.5 കോടിയിലധികം രൂപയാണ് ബിജു തട്ടിയെടുത്തത്. ഇതോടെ നടപടിയെടുക്കാൻ DGPക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു. അങ്കമാലി സ്വദേശി ഏലിയാസ്, മലപ്പുറം സ്വദേശി റിഷാദ് എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പുള്ളിയുടെ NHF എന്ന് പറഞ്ഞൊരു സ്ഥാപനം, പനമ്പള്ളി നഗറിലുള്ള ഒരു NHF, അവിടെയാണ് പുള്ളിയുടെ ഓഫീസ്. ബിജു ജോർജ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞതും. അങ്ങനെ സംസാരിച്ച് അങ്ങനെ പരിചയപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ പുള്ളി അവിടെ ചെന്ന് പുള്ളി പറഞ്ഞു ട്രസ്റ്റിന് CSR ഫണ്ട് വഴി ഒരു നമ്മുടെ 200 വീടുകളുടെ കൺസ്ട്രക്ഷൻ CSR ഫണ്ട് തരാമെന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ കുറേ ഇത് ചെയ്തു. ഒരു 5-6 മാസക്കാലം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ നമുക്കത് അതിൻ്റെ കൂടെ അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി ഒരു 200 വീടുകളുടെ കൺസ്ട്രക്ഷൻ ഏലിയാസിന് ചെയ്തു തരാം എന്ന് പറഞ്ഞ് വർക്ക് CSR ഫണ്ട് വഴി വരുന്ന ഫണ്ടാണ് 45 കോടി രൂപയുടെ വർക്ക്. അത് ഏലിയാസിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അത് വഴി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിശ്വസിച്ചു. കാരണം പുള്ളിയുടെ രൂപവും ഭാവവും രീതിയൊക്കെ അങ്ങനെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും, പിന്നെ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരെയൊക്കെ പുള്ളി അതിൽ വഴിയൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ്. പിന്നെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിശ്വസിച്ചു. ഞാൻ ഈ ബിജു രാധാകൃഷ്ണനെ പരിചയപ്പെടുന്നത് 2021 ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ബിജു രാധാകൃഷ്ണനെ പരിചയപ്പെടുന്നത്. അന്ന് ഞങ്ങളുടെ മുമ്പിൽ ബിജു രാധാകൃഷ്ണനല്ല, ബിജു ജോർജാണ് പുള്ളി ഞങ്ങളുടെ മുമ്പിൽ. ഞാൻ ആദ്യം പരിചയപ്പെട്ടപ്പോൾ എന്നെ അഭിസംബോധന ചെയ്ത് പരിചയപ്പെട്ടത് ബിജു ജോർജ് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെട്ടത്. ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ്. സുപ്രീം കോർട്ടിലൊക്കെ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ കേസ് വാദിക്കുന്ന ഒരു അഭിഭാഷകനാണ്. അതുമാത്രമല്ല പുള്ളി ഒരുപാട് വലിയ കേസൊക്കെ വാദിക്കുന്ന ഒരു അഭിഭാഷകൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ പരിചയപ്പെട്ടതും ഞങ്ങളാദ്യം മീറ്റ് ചെയ്യുന്നതും അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു നാൾ പുള്ളി എന്നോട് പറയുന്നത്, നമുക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇൻഷാദ് നമുക്കൊരു ട്രസ്റ്റ് തുടങ്ങാം, ഈ ഒരു ട്രസ്റ്റ് തുടങ്ങും, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങും, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് എന്നോട് പറഞ്ഞു ബിജു ജോർജ്. അങ്ങനെയാണ് ഞാൻ പുള്ളിയെ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളിയോട്, ഇത് ആര് തുടങ്ങും? ഞാൻ അഡ്വക്കേറ്റ് അല്ലേ, ഞങ്ങളുടെ ജോലി അതാണല്ലോ, ഇങ്ങനെ ട്രസ്റ്റൊക്കെ ചെയ്തു തരുന്നതല്ല ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാണ് പുള്ളി എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത് എത്ര രൂപ നമുക്ക് എക്സ്പെൻസ്? ചെറിയ എമൗണ്ടേ ഉള്ളൂ, ഒരു 30,000 രൂപേൻ്റെ അടുത്ത് എമൗണ്ട് മാത്രമേ ഇതിന് നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. ഞാൻ എൻ്റെ ഒരു 3-4 സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു. അവരും പറഞ്ഞു നമുക്കൊന്ന് ഒരു ട്രസ്റ്റ് തുടങ്ങാം എന്ന് പറഞ്ഞു. അത് തുടങ്ങുന്ന സമയത്ത് തന്നെ ബിജു എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് CSR ഫണ്ട് നല്ല രീതിയിൽ പോകുന്ന ട്രസ്റ്റുകൾക്ക് ഗവൺമെൻറ്റും അതുപോലെ ഒരുപാട് ടാക്സ് അടക്കുന്ന ആൾക്കാരെ കൂടിയിട്ടുണ്ട്, CSR ഫണ്ടൊക്കെ ഉണ്ട്. ആ CSR ഫണ്ട് ഒരു 300 കോടി രൂപ ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം, നിങ്ങളുടെ ട്രസ്റ്റിന് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി ആദ്യമായിട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളൊരു 2022 ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്, സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. സാന്ത്വനം ഹെൽത്ത് അനിമൽ വെൽഫെയർ RD ചാരിറ്റബിൾ ട്രസ്റ്റാണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ പേരുണ്ടായിരുന്നത്. കാക്കനാടാണ് നമ്മൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ബിജുവായിട്ട് കൂടുതൽ അടുപ്പത്തിലേക്ക് പോയത്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം അനീഷ് ഈ ബിജു രാധാകൃഷ്ണന്റെ പുതിയ സാമ്രാജ്യങ്ങൾ തേടിയുള്ള യാത്രയിലായിരുന്നു. കൊച്ചിയിലടക്കം ഇയാളുടെ തട്ടിപ്പ് കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു, ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടു. ഇതിനുശേഷം സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. ഇപ്പോൾ പരാതിക്കാരും രംഗത്തെത്തിയിരിക്കുന്നു. പോലീസ് ബിജു രാധാകൃഷ്ണനെ തേടി സംസ്ഥാനത്തൊട്ടാകെ വലവിരിച്ചിരിക്കുന്നു. ഇയാൾ എവിടെയുണ്ടെന്നെന്തെങ്കിലും സൂചനയുണ്ടോ? പോലീസിൻ്റെ നടപടികൾ എങ്ങനെയാണ്? ഏത് രീതിയിലാണ്
തട്ടിപ്പിന് ഈ ആളുകളെ ഇരകളാക്കിയത്? എന്താണ് ഈ പരാതിക്കാർ പറയുന്നത്? ടോം, നമ്മൾ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് പുറത്തുവിട്ടത്. അതായത് ഇയാൾ ഏത് രീതിയിലാണ് ആളുകളെ തട്ടിപ്പിന് വിധേയമാക്കുന്നത്, ഇയാളുടെ പണ ഇടപാടുകൾ ഏത് തരത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അപ്പോഴും നമുക്ക് ഈ പരാതിക്കാരായി ആരെങ്കിലും രംഗത്ത് വരുമോ, അല്ലെങ്കിൽ പരാതിക്കാരുടെ ദൃശ്യങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളുണ്ട്. പക്ഷേ വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ മറനീക്കി പരാതികളും പുറത്തു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. 2 പരാതിക്കാർ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറം സ്വദേശിയായ നിഷാദും ഒപ്പം അങ്കമാലി സ്വദേശിയായ ഏലിയാസും പുറത്തു വന്നിരിക്കുന്നു. 2 പേർക്കും വലിയ തോതിൽ പണം നഷ്ടപ്പെട്ട ആളുകളാണ്. ഇതിൽ അങ്കമാലി സ്വദേശിയായ ഏലിയാസിന് ഏതാണ്ട് 1.5 കോടി രൂപയോളമാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിഷാദിനും 20 ലക്ഷം 30 ലക്ഷം അടുത്തുള്ള പണം, അതിനേക്കാൾ കൂടുതൽ പണം നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവരൊക്കെ ഈ വ്യക്തിപരമായൊരു അടുപ്പം സ്ഥാപിച്ച് ഇയാൾ മുന്നോട്ട് വരികയും പിന്നീട് നമുക്കൊരു ട്രസ്റ്റ് തുടങ്ങാം എന്ന് പറഞ്ഞു വരുന്നു. ട്രസ്റ്റ് തുടങ്ങുന്നു. അതിനുശേഷം ഈ ട്രസ്റ്റ് വിപുലീകരിക്കുന്ന കാര്യം പറയുന്നു. ട്രസ്റ്റ് വിപുലീകരിച്ച ശേഷം പിന്നീട് വലിയ ജീവകാരുണ്യ രംഗത്ത്, അല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോമുകൾ, ഈ കുട്ടികൾക്കായുള്ള ഹോമുകൾ തുടങ്ങി വലിയ വലിയ പദ്ധതികൾ ഇവരുടെ തലച്ചോറിലേക്ക് കയറ്റുകയും പിന്നീട് അവർ ആ ഒരു സ്വപ്നത്തിന് പിന്നാലെ നടക്കുകയും ചെയ്യുന്ന കാഴ്ച പലപ്പോഴും ഈ ബിജുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രോത്സാഹനം ലഭിക്കുന്നു. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പിനും അകപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്കറിയാം, ഇവർ 2 പേരും പനമ്പള്ളി നഗറിലെ ഓഫീസിൽ എത്തി അവിടെ നിന്നും പണം നൽകി അവിടെ വെച്ച് ഇടപാടുകളൊക്കെ നടത്തിയ ആളുകളാണ്. പിന്നീട് പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ പണം നൽകിയിട്ടും ഒരു തരത്തിലുമുള്ള CSR ഫണ്ട് ലഭിക്കുകയോ അല്ലെങ്കിൽ അനുകൂലമായ ഒരു നിലപാടുണ്ടാവുകയോ ചെയ്യാതിരുന്നപ്പോൾ അവർ ആവർത്തിച്ച് ആ ഓഫീസിലെത്തി. പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ഓഫീസ് തന്നെ ഉപേക്ഷിച്ച് ബിജു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയ അവസ്ഥ, ആരെ ബന്ധപ്പെടണമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ, തെരഞ്ഞു പിടിച്ച് പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന തരത്തിലേക്കുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ തട്ടിപ്പുകൾ പുറംലോകത്തെ അറിയിക്കുകയും അയാളുടെ തട്ടിപ്പ് രീതി ഈ ആളുകൾക്കൊക്കെ മുന്നിൽ പ്രയോഗിച്ചത് ഇതേ രീതിയാണ് എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകാൻ കഴിയുകയും ചെയ്യുന്നു. വൈദികരടക്കമുള്ള ഒരുപാട് പേരെ ഇയാൾ തട്ടിപ്പിന് വിധേയമാക്കി. ട്രസ്റ്റുകൾ, പ്രത്യേകിച്ചും ഈ ആധ്യാത്മിക രംഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ട്രസ്റ്റുകൾ, ഈ ക്രൈസ്തവ മേഖലയിലെ ട്രസ്റ്റുകൾ, അല്ലെങ്കിൽ ഹൈന്ദവ സ്വാമിമാരൊക്കെ നടത്തുന്ന ട്രസ്റ്റുകളൊക്കെയാണ് ഈ തട്ടിപ്പിന് കൂടുതലും വിധേയമായി എന്ന് നമുക്ക് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയുന്നത്. എന്തായാലും നമുക്കൊപ്പം റിൽഷാദ് തന്നെ ഉണ്ട്. രാവിലത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് തരത്തിലാണ് താൻ ഇത്തരമൊരു തട്ടിപ്പിന് വിധേയമായത് എന്ന് റിൽഷാദിനോട് തന്നെ ചോദിക്കാം. റിൽഷാദ്, എങ്ങനെയാണ് ഈ ആദ്യം ബിജു രാധാകൃഷ്ണനെ നിങ്ങൾ പരിചയപ്പെടുന്നത്? ഞാൻ 2021 ആ സമയത്താണ് ഞാൻ ബിജു രാധാകൃഷ്ണനായിട്ട് പരിചയപ്പെടുന്നത്. ബിജു ജോർജ് ആയിരുന്നു അന്ന് പേര്. ഞാൻ കലൂരിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തെ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നത്. അദ്ദേഹം കലൂർ സ്റ്റേഡിയത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലൂ കളർ ഓടി Q7 വണ്ടിയിലായിരുന്നു പുള്ളി ആദ്യമായിട്ട് എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റായിട്ട് ബിജു രാധാകൃഷ്ണനെ ഞാൻ അന്ന് കാണുന്നത്. ഞാനും അന്ന് എൻ്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങൾ 2 പേരും ചേർന്നിട്ടാണ് ആദ്യമായിട്ട് ബിജു രാധാകൃഷ്ണനെ കാണുന്നതും പരിചയപ്പെടുന്നതും. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു, ഞാൻ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ഉയർന്ന റാങ്കിൽ നിൽക്കുന്ന ഒരു അഭിഭാഷകനാണ്. ഒരുപാട് രീതിയിലുള്ള വലിയ വലിയ കേസുകൾ വരെ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഫാദർ ഫ്രാങ്കോ, പുള്ളിയുടെ കേസൊക്കെ ഞങ്ങളാണ് ഹൈക്കോടതിയിൽ വാദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലായിരുന്നു ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ബിജു രാധാകൃഷ്ണനായിട്ട് സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതും. എന്നിട്ട് പിന്നീട് എങ്ങനെയാണ് ഇതൊരു ബിസിനസ് തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിൻ്റെ രൂപീകരണം എന്ന രീതിയിലേക്ക് വന്നത്? ആരാണ് ആദ്യം ഇക്കാര്യം പറഞ്ഞത്? ബിജു തന്നെയാണ് ഇക്കാര്യം എടുത്തിട്ടത്? അങ്ങനെ ആ ഒരു ബന്ധം, ഞങ്ങൾ സൗഹൃദ ബന്ധം കുറച്ച് നാളുകൾ അങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ സലൂണിലേക്കൊക്കെ പുള്ളി വരാറുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബന്ധം, ഞാൻ എറണാകുളത്ത് സലൂൺ നടത്തുകയാണ്, സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലർ ആൻഡ് സ്പായൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മളൊരു ക്ലയൻറ്റും കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇരിക്കെ 2022 എനിക്ക് എറണാകുളം കാക്കനാടിൽ ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. സ്കൂബിയുടെ പെറ്റ് ക്ലിനിക് എന്നൊരു ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ഒരു ദിവസം രാവിലെ ഒരു ന്യൂസ് പേപ്പറിൽ
ഒരു പെറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിൻ്റെ ഒരു പോസ്റ്റർ ഒന്ന് കണ്ട സമയത്ത് തന്നെ ഇദ്ദേഹം ഒരു ഉച്ച സമയത്ത് എന്നെ ബന്ധപ്പെട്ടു. റിൻഷാദ്, നീ ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് വരികയാണല്ലോ, അപ്പോൾ നമുക്ക് പെറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാം. അതുമായി ഞാൻ ഓൾറെഡി CSR ഫണ്ടൊക്കെ വലിയ വലിയ കമ്പനികൾ CSR ഫണ്ടൊക്കെ ചെയ്യുന്ന ഒരു കൺസൾട്ടും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ട്രസ്റ്റിലേക്ക് പെറ്റുകൾ, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറുകിട സംഘടനകൾ മാത്രമേ കേരളത്തിലുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഇന്ത്യൻ ആക്ട് ട്രസ്റ്റ് രൂപീകരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫോറിൻ ഫണ്ടും പുറത്തുനിന്ന് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഷെൽട്ടർ ഹോമുകളും വലിയ രീതിയിലുള്ള പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ ഡെയിലിയുള്ള സാധാരണ ഒരു ദിവസം 2 വട്ടം വിളിക്കുന്ന പുള്ളി 3-4 തവണയൊക്കെ എന്തായി എന്ന് നമ്മളെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മറ്റു 4 സുഹൃത്തുക്കളോടും ചേർന്നിട്ട് ഞാൻ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ബിജു രാധാകൃഷ്ണൻ തന്നെയാണ് ഞങ്ങളെ ട്രസ്റ്റിന് പേര് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് സാന്ത്വനം ഹെൽത്ത് അനിമൽ വെൽഫെയർ RD ചാരിറ്റബിൾ ട്രസ്റ്റ്, അതായത് RD എന്ന് ഉദ്ദേശിക്കുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സംഘടന രൂപീകരിക്കുന്നത് ട്രസ്റ്റ് ആക്ട് തന്നെയായിരുന്നു. കാക്കനാടാണ് ട്രസ്റ്റ് ഞങ്ങൾ രൂപീകരിക്കുന്നത്. 2022 ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ആ ട്രസ്റ്റിൻ്റെ ഫീസായ 50,000 രൂപയോളം ആദ്യം ട്രസ്റ്റിൻ്റെ കൺസൾട്ടിങ് ഫീ ഒക്കെ ആയിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ മാക്സിമം 10,000 രൂപ താഴെ ഉള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. 50,000 രൂപയോളം കൊടുത്തു. അങ്ങനെ കുറച്ച് നാളുകൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയായിട്ടുള്ള മീറ്റിങ്ങുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പുള്ളി വിളിക്കും. മറ്റേ മരടിലുള്ള ട്രൈബോട്ട് ഹോട്ടലിലും അതുപോലെ തന്നെ കുണ്ടന്നൂരുള്ള ഷുഗർ ഹോട്ടൽ, അതുപോലെ ഹോളിഡേ ഇൻ ഹോട്ടൽ, ചക്രപ്പുറമ്പുള്ള എറണാകുളത്ത് തന്നെയുള്ള ഇവിടെയൊക്കെയായിരുന്നു ഞങ്ങളിങ്ങനെ പ്രീമിയം ലെവലിലുള്ള ഹോട്ടലിലാണ് ഇയാൾ കൂടുതലായിട്ട് വരാറുള്ളത്. അതായത് പുള്ളിയുടെ അന്ന് മുതലേ ഞാനിപ്പം ഈ വിഷയങ്ങളിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നത്. പുള്ളിയുടെ ആ പഴയ ആ സമയത്ത് പുള്ളി ഓരോ ആളുകളെ കാണുമ്പോഴൊക്കെ വളരെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടായിരുന്നു. ഫോണിൽ ഫോട്ടോ എടുക്കാനോ അതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രീമിയം ഹോട്ടലിലേ കയറുള്ളൂ, അധികം ആളുകൾക്ക് ഫേസ് കൊടുക്കില്ല. ആ രീതിയിലൊക്കെ പുള്ളി അപ്പോഴും ചോദിക്കും, പറയും ഞാൻ ഒരു ഉയർന്ന അഭിഭാഷകനല്ലേ, അതുകൊണ്ട് എനിക്ക് എൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി നമ്മളെ ഇത് ചെയ്തിരുന്നത്. അങ്ങനെയാണ് പുള്ളി ആ സമയത്താണ് എന്നോട് പറയുന്നത്, റിൻഷാദെ നമുക്ക് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ മാത്രം പോരാ, നമുക്കൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം. ആ പ്രൊജക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ. ഇതാണ് നമുക്ക് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ നമ്മളെ CSR ഫണ്ട് ചെയ്തതിനായിട്ട് ബാങ്കുകളിലേക്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പ്രൊജക്റ്റ് രൂപീകരണം. അപ്പോൾ ഞാൻ ഇതാര് ചെയ്യും, ഇത് ഞാൻ തന്നെ ചെയ്യും, പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഫീസാവും എന്ന് പറഞ്ഞു. ഞാൻ എത്രയാവും ചോദിച്ചാൽ, റിൻഷാദല്ലേ നീ എൻ്റെ സഹോദരനെ പോലെയാണ്, അനിയനെ പോലെയാണ്, എനിക്ക് ഇത്രയും നല്ലൊരു അനിയനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മളെ എന്താ പറയുക, നല്ലൊരു പ്രത്യേക രീതിയിലുള്ള സ്നേഹം കൊണ്ടങ്ങ് വാരി പുളരാന്നൊക്കെ പറയില്ല, ആ രീതിയിലുള്ളൊരു ബന്ധം തന്നെയായിരുന്നു. അങ്ങനെ പുള്ളി ആദ്യം ഗഡുവായിട്ട് കാക്കനാട് വെച്ചിട്ടാണ്, കാക്കനാട് പുള്ളിയുടെ നിഷയുടെ മകൾ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന, നിഷ ഉദ്ദേശിക്കുന്ന അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന് അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം രാവിലെ കൊണ്ടുപോയിട്ട് പുള്ളിക്ക് 4.5 ലക്ഷം രൂപ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നത്, ആദ്യം ഗഡു എന്നുള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് തന്നാൽ നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ടാവും, അത് കഴിഞ്ഞ് ഓരോ ഘട്ടങ്ങളായിട്ട് തരണം എന്ന് പറഞ്ഞാണ് ഞാൻ പല തവണകളായിട്ട് 20 ലക്ഷം രൂപയോളം പുള്ളിക്ക് ക്യാഷായിട്ട് കൊടുത്ത്. അപ്പോൾ ഓരോ തവണ ഞാൻ പറയും സാറേ, അപ്പോൾ എനിക്ക് ചില എമൗണ്ടുകൾ എൻ്റെ അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയും സാറേ നമുക്ക് അക്കൗണ്ട് ആയപ്പോൾ അയ്യോ റിൻഷാദ് അക്കൗണ്ട് പറ്റില്ല, നീ ഇപ്പോൾ വിചാരിക്കുന്ന പോലെ ഞാൻ എന്തോരം കമ്പനികളുടെ ലീഗൽ അഡ്വൈസറാണെന്നറിയോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഫണ്ട് വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ക്യാഷായിട്ട് തന്നാൽ മതി മോനെ, നീ ഇത് തന്നിട്ട് പിന്നെ ഞാൻ അതും കൊണ്ട് അതിൻ്റെ പുറകെ ഇത് കൊണ്ട് ഞാൻ നടക്കേണ്ടി വരും. അങ്ങനെ പുള്ളി അത് എങ്ങനെയും ക്യാഷായിട്ട് വാങ്ങിയെടുക്കാനുള്ളൊരു ത്വരയായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. ക്യാഷായിട്ട് വാങ്ങിയെടുത്ത്, അതായത് തട്ടിപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നിലൂടെയാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2019 അദ്ദേഹം ഭാര്യ കൊന്ന കേസിൽ ജയിൽ വിമുക്തനാവുന്നത്, കോടതി വെറുതെ വന്നത്. പിന്നെ ഞാൻ 2021 ഇയാളെ പരിചയം. അപ്പം ആകെ ഒരു 1.5-2 വർഷത്തിൻ്റെ ഉള്ളിലാണ് ഇദ്ദേഹം പല രൂപമാറ്റങ്ങളൊക്കെ വരുത്തി എൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണം തന്നെ. അങ്ങനെ പല ടൈമുകളായിട്ട് ഇയാളിൻ്റെ 20 ലക്ഷം രൂപയോളം വാങ്ങിയെടുക്കുന്നു. പിന്നെ കേരള സർക്കാർ കൊടുക്കുന്ന 2 IC ആംബുലൻസുകൾ, എല്ലാവിധ സൗകര്യത്തോടും കൂടി IC ആംബുലൻസുകൾ 2 ഞാൻ നിങ്ങളുടെ ട്രസ്റ്റിന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് അതിന് കൈക്കൂലായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് 7 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് അടുത്ത ഘട്ടങ്ങളായിട്ട് വാങ്ങിയെടുത്തു. അതിൽ ഒരു സമയം ഞങ്ങളുടെ ഓഫീസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരാളെ വിട്ടായിരുന്നു, ജോർജ് എന്ന് പറഞ്ഞ ഒരാളെയൊക്കെ പുള്ളി വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓഫീസ് വെരിഫിക്കേഷൻ ചെയ്യാനും മറ്റൊന്നും മറിച്ചതിനൊക്കെ ആയിട്ടാണ് പുള്ളി ആളെ വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പുള്ളിക്ക് ബിജുവിനെ തന്നെയാണ് രാവിലെ, എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 9 മണി 10 മണിയൊക്കെ ആയി ആ സമയത്താണ് പുള്ളിയുടെ കയ്യിലാണ് ഞാൻ കൊണ്ടുപോയിട്ട് ഈ ആംബുലൻസിന് വേണ്ടിയുള്ള പൈസ കൊടുക്കുന്നത്. പിന്നെ ബാക്കി പ്രോസസ്സിങ് പേപ്പർ വർക്കുകൾ, അതായത് നമുക്ക് വിദേശത്ത് നിന്ന് CSR ഫണ്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ ട്രസ്റ്റിലേക്ക് ബാക്കി ഫണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള പൈസക്ക് വേണ്ടിയിട്ട് നമുക്ക് FCR വേണം. FCR ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫോറിൻ ഫണ്ട് സ്വീകരിക്കാനും കൊടുക്കാനൊക്കെ ഉള്ള ഇതുള്ളൂ, സ്വീകരിക്കാനുള്ള അവകാശം ഇതുള്ളൂ.
അപ്പോൾ അതിനു വേണ്ടി FCRക്ക് വേണ്ടി അതിൻ്റെ പേപ്പർ വർക്കുകളും ബാക്കി കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം 2 ലക്ഷം രൂപ പിന്നെ ഒറ്റ തവണയിലല്ല കൊടുത്തത്, എല്ലാം ഞാൻ ആദ്യം 50 കൊടുക്കും, പിന്നെ 25 കൊടുക്കും, 30, അങ്ങനെ പല തവണകളായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് 2 ലക്ഷം രൂപയും ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് എത്രയും പെട്ടെന്ന് റെഡിയായി തരും. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, രാവിലെ വിളിച്ചിട്ടാണ് റിൻഷാദെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ മെമ്പർമാരോട് ഒരു മീറ്റിംഗ് വിളിക്കണം, വിരാട് കോഹ്ലി ഫൗണ്ടേഷൻ വിരാട് കോഹ്ലി ഫൗണ്ടേഷൻ നിങ്ങളെ ട്രസ്റ്റ് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിരാട് കോഹ്ലി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ട്രീറ്റ് ഡോഗുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു എമൗണ്ട്, വലിയൊരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് ചിലവാക്കാനുള്ളത് കേരളത്തിലേക്ക് നിങ്ങളെ ട്രസ്റ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അടുത്ത തട്ടിപ്പിലേക്ക് പുള്ളി കിടന്നു. നിങ്ങൾ അങ്ങോട്ട് പോകണം, അതിന് ആരൊക്കെയാണെന്ന് നോക്ക്, വിസയും കാര്യങ്ങളൊക്കെ, ഞാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ വിരാട് കോഹ്ലിയിലേക്ക് നിങ്ങൾ പോകണം, അവിടെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് അടുത്ത തട്ടിപ്പിലേക്കും പുള്ളി എന്ത് ചെയ്തിരുന്നു, കടന്നിരുന്നു. ആ രീതിയിലാണ് നമ്മൾ ഇത്രയും ഞാൻ പറഞ്ഞ ഇത്രയും എമൗണ്ട് സാറേ ഇനിയും നമുക്ക് പൈസ മുടക്കാൻ നല്ല പൈസ കിട്ടുന്നില്ലല്ലോ. ആ പൈസ മുടക്കണം, പൈസ മുടക്കിയാൽ മാത്രമല്ലേ പൈസ കിട്ടുള്ളൂ. നിങ്ങൾക്ക് 1-2 രൂപയല്ലല്ലോ തരാൻ പോകുന്നത്. ബാങ്ക് ഓഫ് ബറോഡ ഓൾറെഡി നിങ്ങളെ പ്രൊജക്റ്റ് അംഗീകരിച്ചു 300 കോടി രൂപ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു 300 കോടി രൂപ ലോണായിട്ട് നിങ്ങൾ ട്രസ്റ്റിലേക്ക് തരികയാണെങ്കിൽ ഇത് എങ്ങനെ നിങ്ങൾ തിരിച്ചടക്കും? അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഒരു എന്താ പറയുക, പ്രായമുള്ള ആളുകൾ പൈസ വാങ്ങിയിട്ട് പ്രായമുള്ള ആളുകൾ സംരക്ഷിക്കുന്ന ഒരു ഓൾഡ് ഏജ് ഹോം പോലെ തന്നെ ഒരു ഇത് റിട്ടയർമെൻറ്റ് ഹോം, അതിൻ്റെ പ്രൊജക്റ്റൊക്കെ പുള്ളി ചെയ്ത് തന്നിട്ടുണ്ട്. റിട്ടയർമെൻറ്റ് ഹോം രൂപീകരിക്കാം, അതിന് മാസം 50,000 60,000 ഒക്കെ ഫീസ് വെച്ചിട്ട് വിദേശത്തുള്ള മക്കളെ കയ്യിൽ നിന്ന് നമുക്ക് അമ്മമാർക്ക് വേണ്ടി അവർ തരും. ഇതൊക്കെ ഒരാളൊക്കെ ഏറ്റെടുക്കുന്നതല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ലോൺ അടക്കാൻ നമുക്ക് ഞാൻ പ്രൊജക്റ്റൊക്കെ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ പുള്ളി ഓരോ ടൈമിലും പല രീതിയിലും പല രൂപത്തിലും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ട്രസ്റ്റിലേക്ക് വേണ്ടി 5 ഏക്കർ സ്ഥലം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് പോയി. കോടനാട് എന്ന സ്ഥലത്ത് സ്ഥലമൊക്കെ പോയി കണ്ടു. ആ സ്ഥലം പോയി കാണാൻ വേണ്ടി പുള്ളി കാറിൽ വന്നതിന് വരെ 20,000 രൂപ പുള്ളി ഫീസ് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് രാവിലെ ഇവിടെ വരുന്നു, 2 മണിക്കൂറോളം മീറ്റിംഗ് നടത്തുന്നു, പോരുന്നു. അതിന് വേണ്ടി വരെ പുള്ളി 20,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് പുള്ളി ഫീസ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളായി, ഒറ്റ തവണ അങ്ങ് കൊടുത്തതല്ല, ഓരോ ഘട്ടങ്ങളായി നമുക്ക് ഇന്ന് വരും 45 കോടി, നാളെ 100 കോടി വരും, അടുത്ത മാസത്തോട് കൂടിയിട്ട് ഫണ്ട് കൺഫേം ആണ്, ഫണ്ട് ഇപ്പം ഒരു 80% വർക്ക് പൂർത്തിയായി, 20% കൂടി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് പുള്ളി ഇങ്ങനെ പൈസ വാങ്ങിയെടുക്കാനുള്ള ത്വര ഭയങ്കരമായിരുന്നു പുള്ളിക്ക്. ഈ ഓഫീസിൽ ചെന്നാൽ എങ്ങനെ അവിടെ മറ്റാളുകളൊക്കെ വരാറുണ്ടായിരുന്നു ഈ ഇടപാടുകൾക്ക് ഈ ഫണ്ട് വാങ്ങാം എന്ന് പറഞ്ഞ്? എങ്ങനെയായിരുന്നു ഓഫീസിലെ കാര്യങ്ങൾ? പനമ്പള്ളി നഗർ ഓഫീസിലല്ലേ നിങ്ങൾ പോയിരുന്നു? പനമ്പള്ളി നഗറിലുള്ള ഓഫീസിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആദ്യമൊന്നും ഓഫീസ് അറിയില്ലായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിത പുള്ളി പറഞ്ഞു നിൻഷാദിൻ്റെ ഓഫീസിൽ വന്നാൽ മതി എന്ന്. അപ്പോൾ ഞാൻ സാറേ എവിടെയാണ് വരേണ്ടത്? അപ്പോൾ ഞാൻ വക്കീലാണല്ലോ, സാധാരണ വക്കീൽമാരുടെ ഓഫീസ് ഹൈക്കോടതി എന്നൊക്കെ പറയുമ്പോൾ ഹൈക്കോടതിൻ്റെ അടുത്താണല്ലോ. അല്ല അവിടെയല്ല, പനമ്പള്ളി നഗർ എൻ്റെ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പനമ്പള്ളി നഗറുള്ള ഓഫീസിലേക്ക് പോകുന്നത്. ഇയാളെ കാണാൻ വേണ്ടി നമ്മൾ ക്യൂ വെയിറ്റ് ചെയ്യണം. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. പുള്ളിയുടെ അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് അനുപമ എന്ന് പറഞ്ഞ ലേഡിയായിരുന്നു. ഇപ്പോഴും ഉണ്ട്, കൂടെ എപ്പോഴും ഉണ്ട് അനുപമ എന്ന ലേഡിയായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് ചെയറിലിരുന്ന് ഒരു ഘട്ടം കഴിഞ്ഞു, അടുത്ത ഘട്ടം അടുത്ത ഓഫീസിലേക്ക് വന്നു. അവിടെ നിന്നെല്ലാം പാസ്സാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ബിജു രാധാകൃഷ്ണൻ്റെ ടേബിളിലേക്ക് എത്തുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫോണെല്ലാം സൈലൻ്റ് ആക്കി പുള്ളിയുടെ സോഫ സെറ്റും ഒരു ലക്ഷറി രീതിയിൽ അറേഞ്ച് ചെയ്ത ഓഫീസായിരുന്നു. വലിയ വില കൂടിയ ഫർണിച്ചർ, ഡാംബ്രോ പോലെയുള്ള വില കൂടിയ ഫർണിച്ചറുകളും അത്രയും വലിയ രീതിയിലുള്ളതായിരുന്നു. ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമിൽ ഇയാളെ കാണാൻ വേണ്ടി പോയപ്പോൾ, പിന്നെ അത് കഴിഞ്ഞു 1 മാസത്തിന് ശേഷം പിന്നെ കാണാൻ പോയപ്പോൾ പുള്ളി ഓഫീസ് ആകെ അടപടലം മാറി. അന്ന് 2 റൂം ഉണ്ടായിരുന്നത്, പിന്നെ ആ ഫ്ലോർ മുഴുവൻ ഇദ്ദേഹം എടുത്തു. ആ ഫ്ലോർ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ സെറ്റപ്പായിരുന്നു ആ ഫ്ലോർ മുഴുവൻ തന്നെ. അപ്പം ഇദ്ദേഹം അടുത്ത ആരോ പറ്റിച്ചു, അടുത്ത പൈസയിലേക്ക് കടന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരുന്നത്, ഞാൻ ഒരു 100-ൽ 70% ആളുകളും പുരോഹിതന്മാരായ ആളുകളാണ്. പള്ളിയിലെ പുരോഹിതന്മാരായ ആൾ. ഇവർ കേസിന് പോവില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം. ബിജു രാധാകൃഷ്ണന് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയാണ് അങ്കമാലിയിലുള്ള കുറച്ച് അച്ഛന്മാരൊക്കെ കുടുങ്ങിയത്. അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ അത് വെളിപ്പെടുത്തേണ്ടി വന്നാൽ നമുക്ക് വെളിപ്പെടുത്താമെന്ന് വരാം. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ വരെ ഡയാലിസ് സെൻറ്ററിന് വേണ്ടിയിട്ട് 100 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ വരെ ബിജു രാധാകൃഷ്ണന് പൈസ ഫണ്ട് കൊടുത്തിട്ടുള്ളത്. ഇയാളെ കാണാൻ വരുന്നത് മുഴുവൻ അങ്ങനെയാണ്. ഇദ്ദേഹത്തിൻ്റെ അന്വേഷിച്ച് പോയപ്പോഴാണ് തൊട്ടടുത്തുള്ള നെയ്ബേഴ്സും അപ്പുറത്തുള്ള ഓഫീസുകാരൊക്കെ പറയുന്നത് ഇയാളെ കാണാൻ വരുന്നതിൽ 90% അച്ഛന്മാരും അമ്പലത്തിലെ ശാന്തിമാരും സ്വാമിമാരും കാഷായ വസ്ത്രം ഇട്ട ജുബ്ബയിട്ട ആളുകളാണ് ഇയാളെ കാണാൻ വരുന്നു. അതും മലയാളികൾക്കപ്പുറം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കർണാടകയിലും തമിഴ്നാടും ഇയാൾ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസുകളൊക്കെ ഇയാൾ തന്നെ, ഒരു ജഡ്ജിയുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസുകളൊക്കെ ഇയാൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ വേറെ ട്രസ്റ്റുകാരും ഇയാളെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വലിയ രീതി തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലും നല്ല രീതിയിലുള്ള തട്ടിപ്പ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെന്നൈയിലെ ആഡംബര ഓഫീസാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്.
പുള്ളി ചെന്നൈൻ്റെ എല്ലാ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ചെന്നൈയിൽ ആഡംബര ഓഫീസാണ് ഇപ്പം അദ്ദേഹത്തിന് അവിടെ ഉള്ളത്. അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഈ CSR ഫണ്ടിന് വേണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിനെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി കൺസൾട്ടൻറ്റ് വരെ അതിന് അവിടെ PR വർക്ക് ചെയ്ത് കസ്റ്റമറെ പിടിച്ചു കൊടുക്കാനുള്ള ഒരു എന്താ പറയുക ഏജൻസി വരെ അവിടെ സംവിധാനമുണ്ട്. കാരണം വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് ആളുകളെ കാക്കനാടത്തെ ഓഫീസിലേക്ക് ആളുകളെ വിടുന്നത്. രാവിലെ അദ്ദേഹത്തിൻ്റെ കാക്കനാട് ഓഫീസിന് ഫ്രണ്ട് പോയാൽ ഫുൾ TN രജിസ്ട്രേഷനുള്ള, തമിഴ്നാട് രജിസ്ട്രേഷനുള്ള, കർണാടക രജിസ്ട്രേഷനുള്ള ടാക്സി വാഹനങ്ങളും പ്രൈവറ്റ് വാഹനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അത് തൊട്ടടുത്തുള്ള റെക്ക ക്ലബ്ബിലെ സെക്യൂരിറ്റീസൊക്കെ സംസാരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊരു പറ്റിക്കലാണ് എന്ന് മനസ്സിലാവുകയും ഈ പണം തിരികെ ചോദിച്ചിരുന്നു, അപ്പോൾ എന്താണ് പ്രതികരിച്ചത്? എങ്ങനെയാണിത് ബിജു രാധാകൃഷ്ണനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇത് എൻ്റെ സുഹൃത്തായ ഏലിയാസ് രാജുവിന് വലിയൊരു എമൗണ്ട് പോയിട്ടുണ്ട്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏലിയാസ് ഒരു ദിവസം രാവിലെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. റിൻഷാദെ, ഞാൻ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, നീ ആ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറയുകയും, അങ്ങനെ ഞാൻ ആ വീഡിയോ ഓപ്പൺ ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത് നമ്മൾ ഇത്രയും നാൾ തോളിൽ കൈയിട്ട് നടന്ന സുഹൃത്തായി കണ്ട, ഒരു ബ്രദറായിട്ട് കണ്ട, ഒരു അഡ്വക്കറ്റായിട്ട് കണ്ട ഇത്രയും വലിയൊരാളാണ് സോളാർ കേസിൽ 1-ാം പ്രതി ബിജു രാധാകൃഷ്ണൻ എന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പം തന്നെ ഏലിയാസിനെ തിരിച്ചു വിളിച്ചു. ഏലിയാസ് പറഞ്ഞു, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ആളത് തന്നെയല്ലേ ചോദിച്ചു. ഞാൻ അതന്നെയാണ്, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഏലിയാസിന് വേറെ സുഹൃത്ത് അയച്ചു കൊടുത്താ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഇത് ഇങ്ങനെ ആളല്ലെന്ന്. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ബിജുവിനെ അതുവരെ എനിക്ക് ബിജു രാധാകൃഷ്ണൻ എന്നറിയില്ല, ബിജു ജോർജ് അല്ലെങ്കിൽ ബിജു പൗലോസ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുവരെ സത്യം പറഞ്ഞാൽ അത്രയും ബന്ധമായിരുന്നു അദ്ദേഹമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇതാണ് പറയുന്നത്. അങ്ങനെ ഒരു നിമിഷത്തിലാണ്, അതായത് എലിയാസിനെ ഒരു വൈദികൻ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നു, ആ ലിങ്ക് റിൽഷാദിന് അയക്കുന്നു. അങ്ങനെയാണ് തട്ടിപ്പിൽ നിന്നും താൻ കബളിപ്പിക്കപ്പെട്ടതായി റിൽഷാദിന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീടാണ് നമ്മുടെ വാർത്തയടക്കം പുറത്തു വന്നതും ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ സമഗ്രമായൊരു അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എങ്ങനെയാണ് ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പ് രീതികളെന്ന് വിശദീകരിക്കുകയായിരുന്നു പരാതിക്കാരനായ മലപ്പുറം സ്വദേശി റിൽഷാദ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.